തങ്ങളുടെ ഇടയിലേക്ക് ക്രൈസ്തവ വിശ്വാസം കടന്നു വന്നതിൻ്റെ 400-ാം വർഷം ആചരിക്കുകയാണ് തായ്വാനിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമായ ടൈനാനിലെ വിശ്വാസികൾ. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരുടെ വരവോടെയാണ് ദ്വീപിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവിശേഷ പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് ടൈനാൻ രൂപത. ഏപ്രിൽ 6-ന് അൻപിങ്ങിലെ ഫോർമോസ ഹോട്ടലിൻ്റെ ഇൻ്റർനാഷണൽ ഹാളിൽ നടന്ന പരിശുദ്ധ കുർബാനയിൽ ഫ്രാൻസിസ്കൻ ബിഷപ്പ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹുവാങ് മിൻചെങ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൊളോണിയൻ കാലഘട്ടത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും ക്വിങ് രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിലും തായ്വാൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ടൈനാൻ. 1961-ൽ സ്ഥാപിതമായ ടൈനാൻ രൂപത ടൈനാൻ സിറ്റി, ടൈനാൻ കൗണ്ടി, പെൻഗു കൗണ്ടി എന്നിവ ഉൾപ്പെടുന്നു. ചർച്ച് ഡയറക്ടറി അനുസരിച്ച് രൂപതയുടെ 47 ഇടവകകളിലും സ്റ്റേഷനുകളിലുമായി ടൈനാൻ രൂപതയിൽ ഏകദേശം 8300 കത്തോലിക്കരുണ്ട്. 3 ലക്ഷം കത്തോലിക്കരുള്ള ഒരു അതിരൂപത, 6 രൂപതകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് തായ്വാനിലെ കത്തോലിക്ക സഭ. തെലങ്കാനയിലെ ലക്ഷ്ടിപ്പേട്ടുള്ള മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന് നേരെ തീവ്ര ഹിന്ദു സംഘടനയുടെ ആക്രമണം. സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്ന കുട്ടികളോട് കാരണം ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. മദർ തെരേസയുടെ രൂപം അടിച്ചു തകർത്ത അക്രമികൾ മലയാളി വൈദികനെ മർദ്ദിക്കുകയും ചെയ്തു. ആദ്യം 10-ഉം പിന്നീട് 100-ഉം ഒടുവിൽ 1000-വുമായി എണ്ണം വർദ്ധിപ്പിച്ച അക്രമികൾ സ്കൂളിൻ്റെ 1-ാം നിലയിലെയും 2-ാം നിലയിലെയും ഒരു ഭാഗവും ഓഫീസ് റൂമിൻ്റെ ജനാലകളും ഗേറ്റും സെക്യൂരിറ്റി റൂമും അടിച്ചു തകർത്തു. സഭാഭരണത്തിലും റോമൻ കൊരിയ നവീകരണത്തിലും പാപ്പായെ സഹായിക്കുന്നതിനുള്ള 9-അംഗ കർദിനാൾ സമിതിയുടെ സമ്മേളനം വത്തിക്കാനിൽ പാപ്പായുടെ അധ്യക്ഷതയിൽ ചേർന്നു. തിങ്കളാഴ്ച ആരംഭിച്ച ഈ സമ്മേളനം ചൊവ്വാഴ്ചയും തുടർന്നു. 2013 സെപ്റ്റംബർ 28-നാണ് ഫ്രാൻസിസ് പാപ്പ ഈ കർദിനാൾ ഉപദേശക സമിതിക്ക് രൂപം നൽകിയത്. ഇതിൻ്റെ പ്രഥമ സമ്മേളനം 2013 ഒക്ടോബർ 1-നായിരുന്നു. ബിഷപ്പ് മാർക്കോ മൊലിനയാണ് ഈ 9-അംഗ കർദിനാൾ ഉപദേശക സമിതിയുടെ കാര്യദർശി. ബൈബിൾ തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന് പറയുന്ന യുവജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് ശരിവെക്കുന്ന പുതിയ റിപ്പോർട്ട് സ്റ്റേറ്റ് ഓഫ് ദി ബൈബിൾ USA 2024 എന്ന പേരിൽ അറിയപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ദി അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി പുറത്തുവിട്ടത്. ദി ബൈബിൾ ഇൻ അമേരിക്ക ടുഡേ എന്ന പേരിലുള്ള റിപ്പോർട്ടിൻ്റെ ആദ്യ അധ്യായത്തിൽ ആളുകളുടെ ബൈബിൾ ഉപയോഗത്തെപ്പറ്റിയും ബൈബിൾ വായനയെപ്പറ്റിയുമാണ് വിശകലനം ചെയ്യുന്നത്. കൂടാതെ ബൈബിൾ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന് പ്രതികരണം നടത്തിയവർ പറഞ്ഞതും ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ജനുവരി 4 മുതൽ 23 വരെ നടന്ന സർവേയിൽ അമേരിക്കൻ സ്വദേശികളായ 2506 പേരാണ് പങ്കെടുത്തത്. ബൈബിൾ സന്ദേശത്തിന് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിച്ചുവെന്ന് സർവേയിൽ പങ്കെടുത്ത 58% പേരാണ് അഭിപ്രായപ്പെട്ടത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.